ഇന്ന് ഞാൻ UAE തിരിച്ചു പോകുന്ന ദിവസമാണ്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഈ ഷൂസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചൂടെ എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? അതിന് പറ്റിയൊരു സ്ഥലം ഇവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഇനി മുറ്റത്തെങ്ങാനും ചെരുപ്പിട്ടാൽ ഇതാ നായ്ക്കൾ കടിച്ച് പറിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഷൂഡനിന്റെ ഈ ഒരു ഷൂ റാക്ക്. 5 റാക്സ് ഉള്ളതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മളെ വീട്ടിൽ അംഗസംഖ്യ അനുസരിച്ച് മിനിമം അതെങ്കിലും വേണം. എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ നോക്കി എന്ത് നീറ്റായിട്ട് ഇരിക്കുന്നെന്ന്. കുറച്ച് സ്ഥലവും മതിയിട്ടത് കണ്ട ആ ചുമരിൽ അവിടെ ഒതുങ്ങി അങ്ങിരുന്നോളൂ. ഷൂഡനിന് ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്കും ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയിട്ട് പൗഡർ കോട്ടിംഗ് ആണ് വരുന്നത്. മാത്രമല്ല ഇതിനൊരു ലോക്കും വരുന്നുണ്ട്. ഇനി നാട്ടിലെ പട്ടികളൊക്കെ എന്റെ വീട്ടിലെ ചെരുപ്പ് എങ്ങനെ കടിച്ചു പറിക്കുന്നു എനിക്ക് കാണണം. ഇനി ഞാൻ ഫൈനൽ ഷോപ്പിങ്ങിനായിട്ട് നേരെ കുറ്റിപ്പുറത്തേക്കാണ് വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങുന്നതെന്ന് വിചാരിക്കും. ഒന്നുമില്ല, കപ്പ ചിപ്സ്, ലഡു, ജിലേബി, പേട, അങ്ങനെ UAE കിട്ടാത്തതെന്ന് പറയാൻ പറ്റൂല. എന്നാലും എന്തോ ഇവിടുത്തെ ടേസ്റ്റ് ഇല്ല എന്നാ പറയുന്നത് കേൾക്കുന്നത്. ഞാൻ സ്വീറ്റ്സിന്റെ ആളല്ല, പക്ഷെ എല്ലാവർക്കും വാങ്ങിക്കൊണ്ടുപോകും. ഈ ജിലേബി എനിക്കിഷ്ടമാണ്. അപ്പൊ അതും വാങ്ങിച്ചു. പൂരത്തിന് കിട്ടുന്ന ജിലേബി ഇല്ലേ, അങ്ങനെ. നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്ന ദിവസം ഉണ്ടല്ലോ, നാട്ടിൽ എന്ത് കണ്ടാലും ഭയങ്കര ഭംഗിയായി. എസ്പെഷ്യലി ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ എന്റെ നാട് എന്തൊരു രസം എന്ന് ഞാൻ തന്നെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസത്തെ എന്റെ ചാമ്പക്ക വീഡിയോ കണ്ടിട്ട് കൊതി കൂടിയിട്ട് എന്റെ ഓഫീസിൽ നിന്ന് ചിലതുങ്ങൾ എന്നെ വിളിച്ചിട്ട് ചാമ്പ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കായിട്ട് ചാമ്പക്ക പറിക്കാൻ പോയതാണ്. നല്ല റെഡ് കളർ ആയിട്ടുണ്ട്, നല്ല വലുപ്പവും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൊട്ട നിറയെ ഞാൻ ചാമ്പക്കയും പറിച്ചെടുത്തു. അപ്പോഴേക്കും എന്റെ വീട്ടിൽ ഇതാ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പാർട്ടിയാണ്, ബിക്കോസ് എന്നെ പറഞ്ഞേക്കുവാണല്ലോ. അപ്പോഴേക്കും എൻ്റെ ഫാദറിൻലോ ആൻഡ് മദറിൻലോ ഒക്കെ വന്നിട്ടുണ്ട്. ചക്ക, മാങ്ങ തുടങ്ങിയിട്ട് കുറേ സാധനങ്ങൾ എനിക്ക് തരാനായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. ആരെങ്കിലും ഗൾഫ് പോകുന്ന ദിവസം പിന്നെ വീട്ടിലൊരു ബഹളമാണ്. ഒരു സൈഡിൽ ചക്ക മുറിക്കുന്നു, ഒരു സൈഡിൽ ബാഗ് പാക്ക് ചെയ്യുന്നു, വെയിറ്റ് നോക്കുന്നു, വെയിറ്റ് കൂടുന്നു, അതിന്ന് കുറേ എടുത്ത് മാറ്റുന്നു, എന്തൊഴിവാക്കണം എന്ന് ആലോചിക്കുന്നു. അങ്ങനെ ഓരോ സൈഡിലും ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു.